നമസ്കാരം. യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ സമാധാന ചർച്ചകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പല വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നു. എന്നാൽ ഇപ്പോൾ സെലസ്കിയുടെ ചില ആരോപണങ്ങളാണ് സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയാകുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വെടിനിർത്തൽ നിർദ്ദേശം നിരസിക്കാൻ തയ്യാറെടുക്കുകയാണെന്നും എന്നാൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് നേരിട്ട് ഇക്കാര്യം പറയാൻ ഭയപ്പെടുന്നുണ്ടെന്നുമാണ് സെലസ്കി ആരോപിക്കുന്നത്. റഷ്യ വെടിനിർത്തൽ വൈകിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ അത് സംഭവിക്കാതിരിക്കുന്നതിനോ വേണ്ടിയാണ് വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയിരുന്നതെന്ന് സെലസ്കി പറഞ്ഞു. പ്രസിഡന്റ് ട്രംപിനോട് യുദ്ധം തുടരാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും യുക്രൈൻകാരെ കൊല്ലാൻ ആഗ്രഹിക്കുന്നുവെന്നും പറയാൻ പുടിന് തീർച്ചയായും ഭയമുണ്ട്. അദ്ദേഹം ഇപ്പോൾ നിരസിക്കലിന് തയ്യാറെടുക്കുകയാണെന്ന് സെലസ്കി പറയുന്നു. പുടിൻ യുദ്ധം നിർത്താൻ ആഗ്രഹിക്കാത്തതിനാലാണ് വെടിനിർത്തൽ നിർദ്ദേശത്തിന് വ്യവസ്ഥകൾ വെച്ചിരിക്കുന്നതെന്നും അതിനാൽ ഒന്നും സംഭവിക്കരുതെന്നും അല്ലെങ്കിൽ കഴിയുന്നത്ര കാലം അത് സംഭവിക്കാൻ പാടില്ലെന്നുമാണ് പുടിൻ ആഗ്രഹിക്കുന്നതെന്നും സെലസ്കി ആരോപിച്ചു. വെടിനിർത്തൽ കരാറിലെ റഷ്യൻ നിബന്ധനകൾ ചൂണ്ടിക്കാട്ടിയാണ് യുക്രൈൻ പ്രസിഡന്റിന്റെ വിമർശനം. വെടിനിർത്തലിന്റെ നിയന്ത്രണവും സാധുതയും പരിശോധിക്കാൻ US സന്നദ്ധത പ്രകടിപ്പിച്ചതായി സെലസ്കി പറഞ്ഞു. അമേരിക്കയുടെയും യൂറോപ്പിന്റെയും സാധ്യതകൾ ഉപയോഗിച്ച് ഇത് ഉറപ്പാക്കാൻ കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. യുദ്ധത്തിന് ഫലമായി വന്ന ഒട്ടേറെ ചോദ്യങ്ങളുടെ ഉത്തരം കിട്ടാൻ വെടിനിർത്തൽ കാലയളവ് സഹായിക്കുമെന്ന് പ്രസിഡന്റ് എടുത്തു പറഞ്ഞു. US നിർദ്ദേശത്തെ തത്വത്തിൽ പിന്തുണയ്ക്കുന്നുവെന്ന് പുടിൻ പറഞ്ഞിരുന്നു. എന്നാൽ നിരവധി വിശദീകരണങ്ങളും വ്യവസ്ഥകളും അദ്ദേഹം ആരാഞ്ഞിട്ടുണ്ട്. കരാറിൽ സമവായത്തിലെത്തുന്നതിന് മുൻപ് ഒന്നിലധികം വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ടെന്നും അവ സംഘർഷത്തിന്റെ മൂലകാരണങ്ങൾ അഭിസംബോധന ചെയ്യണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വെബ് ഡെസ്ക് തത്വമൈ TV.